ഹലോ മക്കളെ, 7ാം ക്ലാസ് ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡ്സ് ആൻഡ് ബേസസ്, ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 30 മിനിറ്റ് കൊണ്ട് നമുക്ക് പരീക്ഷയിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാം. സോ ഈ ഒരു ചാപ്റ്റർ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഓൾറെഡി പഠിച്ചവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പരീക്ഷ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാവും. സോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്കിലേക്ക് നേരെ അങ്ങോട്ട് കിടക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള സാധനം എന്താണ് ആസിഡ് ബേസ് എന്നൊന്നല്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഒരു ആസിഡോ ബേസോ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി പല വഴികളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലിറ്റ്മസ് പേപ്പർ 2 കളറിലായിരിക്കും ഉള്ളത്. ഒന്ന് ഈ പിങ്ക് കളറിൽ, പിങ്ക് നമ്മൾ പറയില്ല, നമ്മൾ റെഡ് എന്നാണ് പറയുക, റെഡ് കളറിലും പിന്നെ ഈ ബ്ലൂ കളറിലും ഉള്ളത്. ഈ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ. സാർ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക? പരീക്ഷ ചോദിക്കും, നമ്മൾ മനസ്സിലാക്കുകയും വേണം. സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ആസിഡ് എടുത്തിട്ട് അതിൽ നീല കളർ ലിറ്റ്മസ് പേപ്പർ അതിൽ മുക്കിക്കഴിഞ്ഞാൽ ആ നീല കളർ എന്തായി മാറും? ആസിഡിൽ മുങ്ങുമ്പോൾ ആ നീല കളർ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി റെഡായി മാറും. ദാറ്റ് ഈസ് ബ്ലൂ കളറ് ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ആസിഡിലാണ് മുക്കുന്നെങ്കിൽ, എവിടെയാണ് ആസിഡിലാണ് മുക്കുന്നെങ്കിൽ അതെന്തായി മാറും? ബ്ലൂ റെഡായി മാറും. അപ്പൊ ബ്ലൂ കളർ ലിറ്റ്മസ് നിങ്ങൾ എന്തെങ്കിലും സാധനത്തിൽ മുക്കി കഴിഞ്ഞിട്ട് അത് റെഡായി മാറിയാൽ, ഇതുപോലെ റെഡായി മാറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മുക്കിയ ലിക്വിഡ് എന്താണ്? ഒരു ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സാർ ബേസിന്റെ കേസിലോ? ബേസിന്റെ കേസിൽ നേരെ തിരിച്ച്, ഒരു റെഡ് കളർ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഒരു ബേസിൽ മുക്കിയാൽ ആ റെഡ് എന്തായി മാറും? ആ റെഡ് കളറ് ബ്ലൂ ആയി മാറും. അപ്പൊ ബേസ് എന്ന് പറഞ്ഞ സാധനം, ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഇനി പഠിക്കും. ബേസിൽ നിങ്ങൾ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കി കഴിഞ്ഞാൽ ആ റെഡ് ലിറ്റ്മസ് എന്തായി മാറും? ആ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി മാറും. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത്. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്തും കൂടി വെക്കണം. ഇത് ഓർത്ത് വെക്കാൻ സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇതിനു മുമ്പുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ ട്രിക്ക് തന്നെയാണ്. അപ്പം ബീഫ് റെഡി ആണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ഈ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട്, ഈ വീഡിയോ എടുക്കുന്നൊക്കെ നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറയും ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് ഞാൻ സ്ഥലം വിടും. ഇല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പം ബീഫ് റെഡി. ഇതെന്താ ഉള്ളത്? ABR. എന്താ ഉള്ളത്? ആസിഡ് ബ്ലൂവിനെ റെഡ് ആക്കും. ആസിഡ് ബ്ലൂവിനെ റെഡ് ആക്കും. ശരിയല്ലേ? ആസിഡ് എന്താ ചെയ്തത്? ബ്ലൂ കളറിനെ റെഡ് കളറാക്കി, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി. ബി റൈറ്റ് ബാക്ക്, ബേസ് റെഡിനെ ബ്ലൂ ആക്കും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ആസിഡ് ബ്ലൂവിനെ റെഡ് ആക്കും, ബേസ് റെഡിനെ ബ്ലൂ ആക്കും. ഓർത്ത് വെക്കാൻ സിമ്പിൾ ആണ്. അപ്പം ബീഫും റെഡി, ബി റൈറ്റ് ബാക്ക് എന്ന് ഓർത്ത് വെക്കാം. പരിപാടി തീർത്തു. ഇത് ഓർത്തും വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംശയം വരും, സാർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആസിഡിൽ നീല മുക്കിയാൽ റെഡ് ആവുന്നല്ലേ, അപ്പൊ റെഡ് മുക്കിയാലോ? ഒന്നും ആവില്ല. ബേസിൽ നമ്മൾ റെഡ് മുക്കിയാൽ നീല ആവുന്നല്ലേ, അപ്പൊ നമ്മൾ നീല തന്നെ മുക്കിയാലോ? ഒന്നും ആവില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക, സിമ്പിൾ കാര്യമാണ്. അപ്പൊ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ, ഇതൊരു ഇൻഡിക്കേറ്റർ ആട്ടോ. ആസിഡോ ബേസോ ആണോ നമുക്ക് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. ഈ ലിറ്റ്മസ് പേപ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് മനസ്സിലായി. ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ പരീക്ഷയിൽ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ആസിഡ് എന്ത് ചെയ്യും? ബ്ലൂ കളറിനെ റെഡ് ആക്കും, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കും. ബേസ് എന്ത് ചെയ്യും? റെഡിനെ ബ്ലൂ ആക്കും. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലിറ്റ്മസ് പേപ്പർ കൂടാതെ നമുക്ക് എന്തുണ്ട്? വേറെയും ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങളുണ്ട്. അവരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. എന്തായാലും പരീക്ഷ ചോദ്യം വരും. അതിൽ പഠിക്കാനുള്ള 2 ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് ഫിനോൾഫ്തലീൻ എന്ന് പറഞ്ഞ സാധനം, പിന്നെ മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറഞ്ഞുതരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് ഈ ഫിനോൾഫ്തലീൻ എങ്ങനെയാ വർക്ക് ആവാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ ഫിനോൾഫ്തലീൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ സാധനം എടുത്തിട്ട് നിങ്ങൾ നേരെ ഒരു ആസിഡിലേക്ക് ഒഴിച്ചാൽ, ഒരു അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതെന്താ? അതിന് കളറൊന്നും ഉണ്ടാവില്ല, വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാവുക. അത് വെള്ളം പോലെ തന്നെ നിൽക്കും, കളർലെസ് ആയി നിൽക്കും. എന്നാൽ ഇതേ ഫിനോൾഫ്തലീൻ, വെള്ളം പോലെയുള്ള ഫിനോൾഫ്തലീൻ നിങ്ങളൊരു ബേസിലേക്ക് ഒഴിച്ചാൽ, ഒരു ബേസിക് ആയിട്ടുള്ള ലായനിയിലേക്ക് നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ
അത് എന്ത് കളറായി മാറും? ദാ ഈ കളർ, പിങ്ക് കളറായി മാറും. അപ്പം ബേസിക് സൊല്യൂഷനിലേക്ക് നിങ്ങൾ ഫിനോൾഫ്തലീൻ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ അത് എന്തായി മാറും? അത് പിങ്ക് ആയി മാറും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിനടിസ്ഥാനത്തിൽ പരീക്ഷയിൽ എന്തായാലും ഇതുപോലത്തെ ഒരു ചോദ്യമൊക്കെ വരും. കുറെ ലിക്വിഡ്സ് നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിൽ ഫിനോൾഫ്തലീൻ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഇതുപോലെ ടേബിളിൽ ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കൊടുത്ത ലിക്വിഡ്സ് ഒക്കെ, ഇവിടെ കൊടുത്ത സാധനങ്ങളൊക്കെ ആസിഡ് ആണോ ബേസ് ആണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഫിനോൾഫ്തലീൻ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോ. വിനാഗിരി ആസിഡ് ആണോ ബേസ് ആണോ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ. വിനാഗിരി ഒരു ആസിഡ് ആണെന്ന് എല്ലാവരും പഠിച്ചു വെക്കാം. ക്ലിയർ ലൈം വാട്ടർ. ഈ ലൈം എന്ന് കേൾക്കുമ്പോൾ ലൈം ജ്യൂസ് ആക്ച്വലി ഒരു ആസിഡ് ആണ്, ചെറിയ ആസിഡ് ഒക്കെ അതിലുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ഈ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ പോയി വാങ്ങുന്ന ലൈം ജ്യൂസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷനാണ്. അത് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അത് ഒരു ആസിഡ് അല്ല, ഒരു ബേസ് ആണ്. ലെമൺ ജ്യൂസ്, നാരങ്ങ അല്ലെ, നാരങ്ങ നീര് അല്ലെങ്കിൽ നാരങ്ങ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങ ജ്യൂസ്, അതെന്താണ്? അത് ആക്ച്വലി ഒരു ആസിഡ് ആണ്, ചെറിയൊരു ആസിഡ് ആണ്, ഭയങ്കര പ്രശ്നക്കാരനായ ആസിഡ് അല്ല. സോപ്പ് വാട്ടർ ഒക്കെ എന്താണ്? ബേസ് ആണ്. ക്ലിയർ ബേക്കിംഗ് സോഡയൊക്കെ എന്താണ്? ബേസ് ആണ്. ഓർത്തൊക്കെ സിമ്പിൾ ആണ്, ബേക്കിംഗ് സോഡ ബേസ്, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി സിമ്പിൾ ആണ്. നമുക്കറിയാം ഫിനോൾഫ്തലീന്റെ പരിപാടി എന്തായിരുന്നു? ആസിഡ് ആണെ ഒന്നും സംഭവിക്കില്ല, കളർ ഉണ്ടാവില്ല, കളർലെസ് ആന്ന് പറയില്ലേ, കളറില്ല. ബേസ് ആണ് പിങ്ക് ആവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, ആസിഡ് ആണ് വിനേഗർ, ഒന്നും സംഭവിക്കില്ല, കളർലെസ് ആയിരിക്കും. ബേസ് ആണ് പിങ്ക് കളർ ആവും. ഫുള്ളി ഞാൻ എഴുതുന്നില്ല, ഫുള്ളി ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. ആസിഡ് ആണ് ഒന്നും സംഭവിക്കില്ല, കളർലെസ് ആയിരിക്കും. ബേസ് ആണ് പിങ്ക് ആവും, ബേസ് ആണ് പിങ്ക് ആവും. ഇങ്ങനെ പരീക്ഷയിൽ ഉത്തരം കൊടുക്കണം. പരീക്ഷയിൽ ഇങ്ങനെ ക്രോസ് ഒന്നല്ല എഴുതുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, കളർലെസ് നിറമില്ലാത്തത് എഴുതി വെക്കുക. മറ്റേത് ബേസ് ആണ് പിങ്ക് ആവും എന്നുള്ള കാര്യം എഴുതി വെച്ചാൽ പരീക്ഷയിൽ എന്തായാലും ഒരു ചോദ്യം വരും ഫിനോൾഫ്തലീൻ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. ഇനി ഇതും പരീക്ഷയിൽ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഒരു സിമ്പിൾ കോഡ് ഉപയോഗിച്ചാൽ മതി. പിങ്കി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു, പിങ്കി ബാൽക്കണിയിൽ ഫോൺ ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, ആരോ വിളിച്ചു, ഫോൺ ചെയ്യാൻ വേണ്ടി പോയി, ആരാന്ന് ഞാൻ പറയുന്നില്ല. ഫോൺ ചെയ്യാൻ പിങ്കി ബാൽക്കണിയിൽ പോയി. ഓർത്തൊക്കെ സിമ്പിൾ ആണ്. ഫിനോൾഫ്തലീൻ ബേസിൽ പിങ്ക് ആവും, അത്രയല്ലേ ഉള്ളൂ. ഫിനോൾഫ്തലീൻ ബേസിൽ പിങ്ക് ആവും, ഓർത്തൊക്കെ ബുദ്ധിമുട്ടില്ല. ഫോൺ ചെയ്യാൻ പിങ്കി ബാൽക്കണിയിൽ പോയി, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഫിനോൾഫ്തലീൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പഠിക്കാനുള്ളത് മീഥൈൽ ഓറഞ്ച് തന്നെയാണ്. ഒന്നെങ്കിൽ ഫിനോൾഫ്തലീൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. രണ്ടും പഠിച്ചു വെച്ച് പരിപാടി സിമ്പിൾ ആണ്. ഒരു 2-3 മാർക്ക് വെറുതെ അങ്ങോട്ട് കിട്ടും. മീഥൈൽ ഓറഞ്ച് എങ്ങനെ വർക്ക് ചെയ്യാം? മീഥൈൽ ഓറഞ്ച് ഇതുപോലത്തെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾ ഒരു ആസിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കളർ എന്തായിരിക്കും? ആ ഓറഞ്ച് മാറി ഇതെന്താ കളറ്? റെഡ് കളറാവും. എന്നാൽ ബേസ് ആയിട്ടുള്ള ഒരു ബേസിക് സൊല്യൂഷനിലേക്ക് നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഓറഞ്ച് മാറി എന്താവും? ഇതെന്താ കളർ? യെല്ലോ. അപ്പൊ ആസിഡില് അത് റെഡായി മാറും, ബേസിൽ അത് യെല്ലോ ആയി മാറുന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. വീണ്ടും എക്സാമിന് ചോദ്യം ഇതുപോലെ വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഫിനോൾഫ്തലീൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മീഥൈൽ ഓറഞ്ചിന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഓർത്ത് വെക്കണേ. വിനേഗർ ആസിഡ് ആണെന്ന് മറക്കരുത്. ലൈം വാട്ടർ ബേസ് ആണ്, എന്നാൽ ലെമൺ ജ്യൂസ് നാരങ്ങാ നീര് എന്താണ്? ആസിഡ് ആണ്. സോപ്പ് വാട്ടറും ബേക്കിംഗ് സോഡയും ബേസ് ആണ്. നിങ്ങൾ നോക്കിക്കോ, ആസിഡ് ആയ വിനേഗറിൽ മീഥൈൽ ഓറഞ്ച് എന്തായി മാറി? റെഡായി മാറി. റെഡ് അല്ലേ മാറേണ്ടത്? ചുവപ്പായി അല്ലേ മാറേണ്ടത്? യെസ്, ആസിഡിൽ റെഡായി മാറേണ്ടത്. എന്നാൽ നമ്മൾ ക്ലീൻ ലൈം വാട്ടർ ബേസ് ആണ്, ബേസിൽ മീഥൈൽ ഓറഞ്ച് എന്തായി മാറി? യെല്ലോ ആയി മാറി. യെല്ലോ ആയല്ലേ മാറേണ്ടത്? യെല്ലോ ആയാ മാറേണ്ടത്. ബേസിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ച് യെല്ലോ ആയിട്ടാണ് മാറേണ്ടത്. സിമ്പിൾ. അപ്പൊ അതുപോലെ പരീക്ഷ ചോദിക്കും. ലെമൺ ജ്യൂസിലോ ആസിഡ് ആണ് റെഡ്, സോപ്പ് വാട്ടറിലും ബേക്കിംഗ് സോഡയിലോ ബേസ് ആണ് യെല്ലോ. അപ്പൊ ഇതുപോലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റണം. സർ, മീഥൈൽ ഓറഞ്ചിന്റെ ഓർത്ത് വെക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പിങ്കി ഫോൺ ചെയ്യാൻ ബാൽക്കണി പോയി, അതായത് ഫിനോൾഫ്തലീൻ ബേസിൽ പിങ്ക് ആവും. ബാൽക്കണി പോയി ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ച് ഓറഞ്ച് പൊളിച്ചുകൊണ്ട് ഒരു റെഡ് കളർ ആപ്പിൾ റെഡ് കളറിൽ ഉണ്ടാവും പൊതുവെ, റെഡ് കളർ ആപ്പിളും യെല്ലോ ബനാന യെല്ലോ ഉണ്ടാവുക, യെല്ലോ ബനാനയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓറഞ്ച് പൊളിച്ചുകൊണ്ട് ഒരു റെഡ് ആപ്പിളും യെല്ലോ ബനാനയും കഴിച്ചുകൊണ്ടിരിക്കുക. ഓർത്തൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല സാർ, ഒരു ബുദ്ധിമുട്ടില്ല സാർ. ഇതിലൊരു ട്രിക്ക് ഉള്ളത്, മീഥൈൽ ഓറഞ്ച് ആസിഡിൽ റെഡ് ആവും, ബേസിൽ യെല്ലോ ആവും, കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ എന്ത് ചോദ്യം, ഇതിന്ന് എന്തായാലും ചോദ്യം വരും. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം വൃത്തിക്കൊന്ന് പഠിച്ചു വെച്ചുകൂടാ, പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കൊടുക്കാം. ഓക്കെ,
അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എപ്പോഴും പരീക്ഷ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ ആസിഡ്സിന്റെയും ബേസസിന്റെയും പ്രോപ്പർട്ടീസ് ചോദിക്കും പരീക്ഷയിൽ. അപ്പൊ 3 പ്രോപ്പർട്ടി വീതം ഓർത്ത് വെച്ചോ. പരീക്ഷ ചോദിക്കുമ്പോൾ മിക്കവാറും 2 ആയിട്ട് ചോദിക്കുക, പക്ഷെ 3 നിങ്ങൾ പഠിച്ചു വെച്ചോ. പരീക്ഷയിൽ എന്തായാലും ചോദിക്കും കേട്ടോ. ആസിഡിന്റെ പ്രോപ്പർട്ടി ഒന്നെന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂവിനെ എന്ത് ചെയ്യും? റെഡ് ആക്കും. ബേസ് എന്ത് ചെയ്യും? ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. അപ്പൊ ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. ആസിഡ് ആണെങ്കിൽ നീല ലിറ്റ്മസ് ചുവപ്പ് നിറമാകും, എന്നാൽ ബേസ് ആണെങ്കിൽ ചുവപ്പ് ലിറ്റ്മസ് നീല നിറമാകും എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ മറ്റേ ട്രിക്ക് ആസിഡ് ABR, അപ്പോൾ ബീഫും റെഡി, ബി റൈറ്റ് ബാക്ക് ഓർത്ത് വെച്ചാൽ ആസിഡ് ബ്ലൂവിന്റെ റെഡ് ആക്കും, ബേസ് റെഡിന് ബ്ലൂ ആവും. അത് ഓർത്ത് വെച്ചാൽ സിമ്പിൾ ആണ്. അപ്പൊ അതാണ് ഒരു പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി സെറ്റ് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ആസിഡ് നിങ്ങൾ ടേസ്റ്റ് ചെയ്താൽ, ഇപ്പൊ ആസിഡിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ വിനാഗിരി അല്ലെ, നാരങ്ങ നീര്, അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും? സൗർ ആയിരിക്കും. അഥവാ രുചി എന്താ? ഒരു പുളി രുചിയായിരിക്കും ഉണ്ടാവും, ഒരു പുളി രുചിയായിരിക്കും ഉണ്ടാവും. എന്നാൽ ബേസിന്റെ എന്തായിരിക്കും? ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അല്ലെ, രുചി ഒരു കയ്പ് രുചിയായിരിക്കും ഉണ്ടാവും. ഇപ്പൊ സോപ്പൊക്കെ ടേസ്റ്റ് ചെയ്യരുത്, ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് രുചിയായിട്ട് ഉണ്ടാവും. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. സൗർ ഇൻ ടേസ്റ്റും ബിറ്റർ ഇൻ ടേസ്റ്റും ആയിരിക്കും. ടേസ്റ്റിന്റെ വ്യത്യാസം മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്താണ്? ആസിഡിന്റെ കാര്യം നമ്മൾ ഇനി പഠിക്കും ഈ ചാപ്റ്ററിൽ, പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ആസിഡ് ദേ റിയാക്ട് വിത്ത് മെനി മെറ്റൽസ് ആൻഡ് റിലീസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ലോഹങ്ങളുമായി ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആസിഡുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകം പുറത്തുവിടും. നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കും. ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പൊ ഇത് ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബേസിന്റെ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി, റിയാക്ഷൻ ഒന്നും പഠിക്കാനില്ല. ബേസസ് എന്താണ്? സ്ലിപ്പറി ആണ് അല്ലെ, അത് തൊട്ടാൽ സ്ലിപ്പറിയാണ്, സ്ലിപ്പായി പോകുന്നു എഴുതി വെച്ചാൽ മതി. ഈ സോപ്പൊക്കെ ബേസ് ആണ്, അതിങ്ങനെ പൊതുവെ എന്താണ്? ഭയങ്കര സ്ലിപ്പ് ചെയ്തു പോകും. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് ഇതൊന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയിൽ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഉത്തരം കൊടുക്കുക. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് തൈര് ഉണ്ടാക്കുന്നതാണ്. സാർ ഇത് കുക്കിംഗ് ക്ലാസ് അല്ല, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ബേസിക് സയൻസ് ക്ലാസ് ആണ്. അതിൽ പഠിക്കേണ്ട സാധനമാണ് എങ്ങനെയാണ് കേട് ഉണ്ടാക്കുക. പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ 3 സ്റ്റെപ്പാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. 3 സ്റ്റെപ്പ് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് എന്ത് ചെയ്യുക? ബോയിൽഡ് ആൻഡ് കൂൾഡ് മിൽക്ക്. അതായത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പാലിനെ ബോയിൽ ചെയ്യുക, നല്ല തിളപ്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ കൂൾ ഡൗൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? പാല് തിളപ്പിച്ചിട്ട് പിന്നെ തണുപ്പിക്കുക. ആ തണുപ്പിച്ച പാലിലേക്ക് എന്ത് ചെയ്യുക? കുറച്ച് തൈര് ഇടുക, കുറച്ച് കേട് അതിലേക്ക് ആഡ് ചെയ്യുക, അതായത് കുറച്ച് തൈര് ചേർക്കുക. സാർ നമ്മൾ തൈര് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പൊ തൈര് ഉണ്ടാക്കാൻ വേണ്ടി തൈര് വേണോ? തൈര് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തൈര് വേണം. കുറച്ച് തൈര് വെച്ചിട്ട് നമുക്ക് കൂടുതൽ തൈര് ഉണ്ടാക്കാലോ. അപ്പൊ കുറച്ച് തൈര് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പാലിൽ നിങ്ങൾ കുറച്ച് തൈര് ആഡ് ചെയ്യുമ്പോൾ അതിലൊരു സംഭവം സംഭവിക്കും. എന്താണ് സംഭവിക്കാന്നറിയാം? ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അത് മെല്ലെ മെല്ലെ ഇതിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഈ തൈരിൽ, ഈ പാലിൽ തൈര് ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതൊന്ന് പഠിച്ചു വെച്ചോ. ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ അതിൽ വളരുന്നു. എന്നിട്ടോ ഈ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ വളരുമ്പോൾ എന്ത് ചെയ്യും? അത് കുറച്ച് ആസിഡിനെ അതിലേക്ക് ഒഴിച്ചു വിടും. ആസിഡ് എന്ത് ചെയ്യും? ഈ പാലിലേക്ക് ഒഴിച്ചു വിടും. ആ ആസിഡിന്റെ പേര് ലാക്റ്റിക് ആസിഡ് ആണ്. ആ ലാക്റ്റിക് ആസിഡ് എന്താണ്? ഈ പാലിലേക്ക് ഇങ്ങനെ അറിയുമ്പോഴാണ് അത് തൈരായി മാറുന്നത്. ലാക്റ്റിക് ആസിഡ് മേക്സ് ഇറ്റ് സവർ. ആ പുളിയൊക്കെ കൊടുക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു. ലാക്റ്റിക് ആസിഡ് ഇതിനെ പുളിപ്പിക്കുന്നു. അങ്ങനെ പുളിപ്പിച്ചാണ് അത് തൈരായി മാറുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പാല് ബോയിൽ ചെയ്ത് തണുപ്പിക്കുക, അതിലേക്ക് നിങ്ങൾ കുറച്ച് തൈര് ആഡ് ചെയ്യുക. ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ അതിൽ വളരുന്നു. ഏത് ആസിഡ് റിലീസ് ചെയ്യുന്നു? ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ് റിലീസ് ചെയ്യുന്നു. ആ ലാക്റ്റിക് ആസിഡ് ആ പാലിനെ എന്താക്കുന്നു? തൈരാക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചോ. 3 സ്റ്റെപ്പാണ് ബേസിക്കലി ഉള്ളത്. 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? അത് ആസിഡ് വഴി അത് തൈരായി മാറും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേണേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. പരീക്ഷയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കൊടുത്ത 4 പോയിന്റ്സ് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്നാലും വേണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു എങ്ങനെ തൈര് ഉണ്ടാക്കുന്നുള്ള പരിപാടി പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കണം. അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഒരു ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആസിഡും മെറ്റലും റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ കമന്റ്. നമ്മൾ പറഞ്ഞില്ലേ, ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ ഒരു ഗ്യാസ് പുറത്തു വരും. ഏത് ഗ്യാസാണ് പുറത്തു വരിക? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തു വരിക അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും പുറത്തു വരിക. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വിനേഗർ ഒഴിക്കുന്നു. വിനേഗർ ആരാണ്? ഒരു ആസിഡ് ആണ് അല്ലേ? വിനേഗറിലുള്ള ആസിഡിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്ക്. അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡ് ആണ് വിനേഗറിലുള്ളത് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം
അഥവാ വിനേഗർ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഗ്നീഷ്യത്തിന്റെ റിബൺ കിട്ടും, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ചേർക്കുന്നു. മഗ്നീഷ്യം റിബൺ എന്താണോ, ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നു. പെട്ടെന്ന് എന്ത് സംഭവിക്കുന്ന അറിയോ, നമ്മൾ ഇതൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറെ ബബിൾ ഉണ്ടാവും. എപ്പോഴും ബബിൾ ഉണ്ടാവുക, ഒരു ഗ്യാസ് അവിടെ ഫോം ചെയ്യുമ്പോഴാണ് ബബിൾ ഉണ്ടാവുക. അപ്പൊ ആ ബബിള് ഇങ്ങനെ പൊന്തി 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 വരും. ഇനി ഇത് ഹൈഡ്രജൻ ഗ്യാസ് ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? സംഭവം സിമ്പിൾ ആണ്. ഹൈഡ്രജന്റെ പ്രത്യേകത വെച്ചാൽ ആ ഗ്യാസ് കത്തുന്ന ഗ്യാസാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു തീപ്പെട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, കത്തുന്ന തീപ്പെട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് നിങ്ങൾ തുറന്നു വിടുക, എന്നിട്ട് തീപ്പെട്ടി അവിടെ കൊണ്ട് വെക്കുക. ആ ഹൈഡ്രജൻ ഗ്യാസ് പോകുന്ന വഴി പത്ത് എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കും. പത്ത് ബേസിക്കലി ഹൈഡ്രജൻ ഗ്യാസ് പൊട്ടുന്നതാണ്, കത്തുന്നതാണ്. പക്ക് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കത്തുക. പക്ക് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്ത് ഗ്യാസാണ്, അത് ഏതോ ഗ്യാസ് അല്ല, അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പം ഒരു ആസിഡ്, ഇതിനുള്ളിൽ നമ്മൾ ആസിഡ് അല്ല ഒഴിക്കുന്നത്, ആസിഡും പിന്നെ ഒരു മെറ്റലും ഒരു ലോഹവും പ്രവർത്തിച്ചാൽ, റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഹൈഡ്രജൻ വാതകം ഉണ്ടാവും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ഉത്തരം കൊടുക്കണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നുള്ള സംഗതിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ തൈരില് അല്ലെ, തൈരിലും അതുപോലെ ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മോരാട്ടോ ബേസിക്കലി. അപ്പൊ തൈരിലും ബട്ടർ മിൽക്കിലും മോരിലൊക്കെ ഏത് ആസിഡാ ഉള്ളത്? ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, തൈര് ഉണ്ടാക്കുമ്പോൾ ലാക്ടോബാസിലസ് വന്നിട്ട് ഒരു ആസിഡ് ഉണ്ടാക്കില്ലേ, ഏത് ആസിഡാണ്? ലാക്ടിക് ആസിഡ് ആണല്ലോ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലാക്ടിക് ആസിഡ് ആണ് എന്തിലുള്ളത്, തൈരിലും മോരിലും ഒക്കെ ഉള്ളത്. അതേപോലെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടാണ്, വിനേഗറിലുള്ള എന്ത് ആസിഡാണ്? അസറ്റിക് ആസിഡ് ആണ് അല്ലെ, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണുള്ളത്. ഇതുപോലെ പല പല മെറ്റീരിയൽസിലും പല പല സാധനങ്ങളും, ലെമണിൽ സിട്രിക് ആസിഡ് ഉണ്ട്, ടാമറണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, വാളൻ പുളി. ഓക്കെ, അതിലെന്തുണ്ട്, പുളി, നമ്മുടെ പുളിയില്ലേ ആ പുളി, അതിൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. ആപ്പിള് മാലിക് ആസിഡ് ഉണ്ട്. ഗൂസ്ബെറി ബേസിക്കലി നെല്ലിക്കയിലും ആസിഡ് ഉണ്ട്. അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോ, തക്കാളിയിൽ വരെ ആസിഡ് ഉണ്ട്, ഒക്സാലിക് ആസിഡ്. ഈ പേരുകൾ പഠിക്കണം, പരീക്ഷ ചോദിക്കും. പരീക്ഷയിൽ പെട്ടെന്ന് ചോദിക്കും, ടൊമാറ്റോയിൽ എന്ത് ആസിഡാണുള്ളത്, ലെമൺ എന്ത് ആസിഡാണുള്ളത്. അപ്പൊ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, പ്രശ്നമാവില്ലേ? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇത് പഠിക്കണം. അപ്പൊ ഒന്നെങ്കിൽ ഇത് നേരെ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിച്ചു വെക്കാം, സ്ക്രീൻഷോട്ട് എടുക്കുക, ഫുൾ അങ്ങോട്ട് ബൈഹാർട്ട് പഠിക്കുക, പരിപാടി തീർന്നു. അതല്ലെങ്കിൽ ഞാൻ ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം, വേണമെങ്കിൽ ആ ട്രിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞാനാണ് ആ ട്രിക്ക് ഉപയോഗിച്ചത് പഠിക്കാൻ, കാരണം എനിക്ക് അത്ര ഓർമ്മ ശക്തി ഒന്നും ഇല്ല, ഇത് ഫുള്ള് പഠിച്ചു പരീക്ഷയിൽ എഴുതാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ട്രിക്ക് സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇമാജിൻ ചെയ്യാം, കഥ ഞാൻ പറഞ്ഞുതരാം. AC റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് അറിയാണ്ട് കുറച്ച് വിനാഗിരി എടുത്ത് കുടിച്ചു, വെള്ളം വിചാരിച്ചിട്ട് കുറച്ച് വിനാഗിരി എടുത്ത് കുടിച്ചു. വെറുതെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പയ്യൻ എന്ത് ചെയ്തു, ഒരു മോളിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ആപ്പിൾ വാങ്ങി വെച്ചു. ഇമാജിൻ ചെയ്യും, മോളിൽ പോയിട്ട് സാർ ആപ്പിൾ വാങ്ങും, ചില ആൾക്കാർ അങ്ങനെയാണല്ലോ ഉണ്ടാവാം. മോളിൽ പോയിട്ട് ആ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി ആപ്പിൾ കഴിച്ചിട്ട് മോളിന്റെ പുറത്തിറങ്ങിയപ്പം നല്ല ദാഹം. അപ്പം എന്ത് ചെയ്തു, ഒരു സിറ്റിയിൽ പോയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിച്ച് ഓക്സിജൻ ഒക്കെ ഇങ്ങനെ ശ്വസിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ടാറിട്ട റോഡിൽ എന്ത് കണ്ടു, ഒരു ടാമറണ്ട് പുളി കണ്ടു. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി. അടുത്ത ദിവസം പരീക്ഷയായിരുന്നു, നിങ്ങൾക്കുള്ള പോലെ തന്നെ പരീക്ഷയാണുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല മെമ്മറി പവറൊക്കെ കിട്ടാനും നല്ല സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗൂസ്ബെറി എടുത്ത് അങ്ങോട്ട് കഴിച്ചു, നെല്ലിക്ക കഴിച്ചു. എന്നിരുന്നാണ് പരീക്ഷയ്ക്ക് നല്ല സ്കോർ കിട്ടി. പക്ഷെ പരീക്ഷയിൽ സ്കോർ കിട്ടിയത് പഠിച്ചുകൊണ്ടൊന്നല്ല, ലക്ക് കൊണ്ടാണ്. എങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ലക്ക് കൊണ്ട് സ്കോർ കിട്ടി. നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നതാണ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തൈര് കഴിച്ചു, നല്ല മോര് കുടിച്ചു. സാർ ഇതിൽ എന്താ ട്രിക്ക് ഉള്ളത്? ഇത്രയേ ഉള്ളൂ. AC-യിൽ ഇരുന്ന് വിനേഗർ കുടിച്ചു. വിനേഗറിൽ എന്ത് ആസിഡാണുള്ളത്? അസറ്റിക് ആസിഡ്. ടേസ്റ്റ് മാറാൻ മാളിൽ പോയി ആപ്പിൾ തിന്നു. ആപ്പിളിൽ എന്താ ആസിഡാണുള്ളത്? മാലിക് ആസിഡ്. പിന്നെ സിറ്റിയിൽ പോയി ലെമൺ ജ്യൂസ് കുടിച്ചു. ലെമണിൽ എന്താ ആസിഡാണുള്ളത്? സിട്രിക് ആസിഡ്. ഓക്കെ, ആദ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടൂട്ടാ. ആദ്യം തന്നെ ഫുൾ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ട്രിക്ക് ഒന്നും എനിക്കറിയില്ല. പിന്നെ ശരിയാവും. ഓക്കെ, ഒരു പ്രാവശ്യം വായിച്ചു, അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ ശരിയാവും. അത് കഴിഞ്ഞ് ടൊമാറ്റോ കഴിച്ച് ഓക്സിജൻ സ്വിച്ചില്ലേ, പോകുന്നേ. ടൊമാറ്റോയിൽ എന്ത് ആസിഡാണുള്ളത്? ഒക്സാലിക് ആസിഡ്. ഓക്കെ, ഒക്സാലിക് ആസിഡ്. നടക്കുമ്പോൾ ടാറിട്ട റോഡിൽ ഒരു ടാമറണ്ട് പുളി കണ്ടു. ടാമറണ്ടിൽ എന്താ ആസിഡാണുള്ളത്? ടാർട്ടാറിക് ആസിഡ്.
ടാർട്ടാറിക് ആസിഡ്. പരീക്ഷയിൽ നല്ല സ്കോർ വാങ്ങാൻ ഗൂസ്ബെറി തിന്നു, നെല്ലിക്ക തിന്നു അല്ലെ. ഗൂസ്ബെറിയിൽ എന്താ ആസിഡാണുള്ളത്? സ്കോർ, അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. എന്നിട്ട് അവസാനം ലക്ക് കൊണ്ട് പരീക്ഷയിൽ പാസ്സായപ്പോൾ കേട് കുടിച്ചു അല്ലെ, തൈര് കുടിച്ചു. തൈരിൽ കേടിൽ എന്താ ആസിഡാണുള്ളത്? ലക്ക്, ലാക്ടിക് ആസിഡ് ആണുള്ളത്. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിക്കാം, ട്രിക്ക് ഉപയോഗിക്കാതിരിക്കാം എന്നൊക്കെയാണെങ്കിൽ ഈ പരീക്ഷയിൽ ഈ സാധനം വരുമ്പോൾ എഴുതി വെച്ചോണം. അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ള ഈ ഒരു കാര്യമാണ് ആസിഡുകളുടെ യൂസസ് പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പം ആസിഡുകളുടെയും ബേസുകളുടെയും യൂസസ് ഇടയ്ക്ക് പരീക്ഷ ചോദിക്കാറുണ്ട്. ഒന്ന് വെറുതെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ആസിഡിന്റെ ഒന്ന് നോക്കി വെക്കാം. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എവിടെയാണുള്ളത്? വിനേഗറിലല്ല ഉള്ളത്. അപ്പൊ വിനാഗിരിയും പിക്കിളും, നമ്മൾ പിക്കിളിലൊക്കെ നമ്മുടെ എന്താണ് അച്ചാറിലൊക്കെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കില്ലേ, അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ് വിനേഗറിൽ അസറ്റിക് ആസിഡ് ആണുള്ളത്. അപ്പൊ അസറ്റിക് ആസിഡ് എന്തിലാ ഉപയോഗിക്കുക? വിനാഗറിൽ ഉപയോഗിക്കാന്ന് പറയാ. സിമ്പിൾ ആണ്. ഓക്കെ, പിന്നുള്ളത് നമ്മുടെ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എവിടെയാണുള്ളത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയല്ലേ. ഇവിടെ പോയി സിട്രിക് ആസിഡ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. എവിടെയാണുള്ളത്? സിട്രിക് ആസിഡ് ലെമൺ കഴിച്ച് സിറ്റിപ്പോയി. അപ്പം നാരങ്ങയിലുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ യൂസ് പറയുമ്പോൾ എന്ത് ചെയ്യുക? നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാനോ ടു മേക്ക് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയാം, നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാന്ന് പറയാം. അപ്പൊ ഓൾറെഡി നമ്മൾ ലെമണിൽ സിട്രിക് ആസിഡ് ഉണ്ട് പഠിച്ചുകൊണ്ട് സിട്രിക് ആസിഡിന്റെ യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ ടു മേക്ക് ഡ്രിങ്ക്സിന് പറയും, നിങ്ങൾ നാരങ്ങ ജ്യൂസ് കൂടെ പറയാം. അപ്പൊ അങ്ങനെ ഓർത്തൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ പറ്റുള്ളൂ, ബാക്കിയുള്ളതിൽ പറ്റില്ല. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പഠിക്കാത്തതാണ്. ഫോർമിക് ആസിഡ്, റബ്ബർ പ്രോസസ് ചെയ്യാൻ വേണ്ടി അല്ലെ, റബ്ബർ സംസ്കരണത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് വെഹിക്കിൾ ബാറ്ററീസിൽ ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം നോക്കി വെക്കാം. നൈട്രിക് ആസിഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ഉണ്ടെന്നുള്ള കാര്യം ഉപയോഗിക്കാം, ഒന്ന് പഠിച്ചു വെക്കാം. സൾഫ്യൂരിക്കും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ഉണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചു വെക്കാം. ടാനിക് ആസിഡ് ലെതറും ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. കാർബോണിക് ബേസിക്കലി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ നമ്മുടെ എന്താണ് കൊക്കക്കോളയിലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സും സോഡാ വാട്ടറിലും എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഓവർ കഷ്ടപ്പെടേണ്ട അതിന്റെ പുറകെ, മറ്റേതെന്തെങ്കിലും പഠിക്കണം. ഓക്കെ, ഓരോരോ സാധനങ്ങളിൽ എന്താണ് ആസിഡ് ഉള്ളത് എന്നുള്ള കാര്യം അതെന്തെങ്കിലും പഠിക്കണം. ഇതേപോലെ ബേസിന്റെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നുമില്ല, ഒരു 4 ബേസ്, അതിന്റെ പേരും ജസ്റ്റ് അവരുടെ യൂസ് ഒന്ന് പഠിച്ചു നല്ലതാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സോപ്പ്, അത് പഠിച്ചു കേട്ടോ. സോപ്പ്, പേപ്പർ, റയോണിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സോപ്പാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. സോഫ്റ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിഷ് വാഷ്, പിന്നെ ഹാൻഡ് വാഷ് ഇല്ലേ, ലിക്വിഡ് സോപ്പ്. ലിക്വിഡ് സോപ്പിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സാധാരണ സോപ്പിൽ, നമ്മുടെ ഈ കട്ട സോപ്പിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്നുള്ള പഠിച്ചു. ഇതൊക്കെ ബേസ് ആണ്. പിന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കാര്യം പഠിച്ചു വെക്കാം. ഇതിൽ ഏറ്റവും പരീക്ഷ ചാൻസ് ഉള്ളത് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും പിന്നെ ഈ മരുന്നിലുള്ളത് കൊണ്ട് ഈ അലുമിനിയം അഥവാ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മക്കളെ പരീക്ഷയിൽ എന്ത് ചോദിച്ചാലും ഏകദേശം ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ആകെ ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യുക, ലൈവിൽ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതും കൂടി നിങ്ങൾ ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ പരീക്ഷയിൽ A ഗ്രേഡ് മിനിമം ഗ്യാരണ്ടീഡ് ആണ്. നന്നായിട്ടൊക്കെ ഇത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വരെ എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ലൈവായിട്ട് പ്രോപ്പർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഒക്കെ നടക്കുന്നുണ്ട്. ആ ഓഫർ ഉപയോഗിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും കിടിലൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതായിരിക്കും. പരീക്ഷയിലൊക്കെ ഫുൾ മാർക്ക് വരെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യണം. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് എങ്കിലും ഇടുക. ഓൾസോ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.